എന്താണ് നിന്റെ പേര്? അനുപം, നിന്നോട് ഞാൻ പറഞ്ഞതാ ആ പെണ്ണ് ഉപദ്രവിക്കരുത്. ഓക്കെ പറഞ്ഞ കേട്ടല്ലേ? ആണാ പെണ്ണ? എന്താടാ നിന്റെ പ്രശ്നം? എന്റെ പൊന്നു മുരളി സാറേ, നമ്മളൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നവരല്ലേ? നമ്മളെ കണ്ടിട്ടല്ലേ പിള്ളേരൊക്കെ പഠിക്കുന്നത്? ഓരോരോ അന്ധവിശ്വാസങ്ങൾ. പയ്യന്മാരാകെ പതറിയാണ് പോയിരിക്കുന്നത്. അവന്മാര് ഇത് ഏറ്റെടുക്കും തോന്നല്ലേ? സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. അതാടാക്കട്ടെ, ഇപ്പത്തെ നിങ്ങളെ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രശ്നമോ നീ കുറച്ച് പാകത കാണിക്കണം. എടോ, എന്റെ പ്രായത്തിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പ്രയാസാന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം. ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് റോഷ്നി എസ് പിള്ളയും കെട്ടി ഇവിടെ ഇരിക്കാം. പുള്ളി പ്രോഗ്രാമിംഗ് ഹെഡൊക്കെ ആയിട്ട് സുഖിച്ച് ജീവിക്കും. ജനിക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ ജനിക്കണം. அண்ணே, அந்த கண்டனூர் ஃபுட்பால் டீம் கோச் ரவிய பஸ் ஸ்டாண்ட்ல பார்த்தோம்னு பசங்க சொன்னாங்கண்ணே. சரிங்கண்ணே. ഞങ്ങൾക്കൊരു കാര്യം അറിയണം. അത് നീ പറയുമ്പോൾ നിന്നെ ഞങ്ങൾ വിടും. എന്തായാലും ഇതിന് ഇറങ്ങി തിരിച്ചു. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുത്ത് കിട്ടുന്ന കാശും വാങ്ങി എങ്ങോട്ടെങ്കിലും വിടും. വലിയ ശല്യങ്ങളൊന്നും കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു സുഖമുണ്ട്. 23.45 സമയമൊക്കെ നല്ല സമയം തന്നെ. സാറ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മുംബൈ പോയി കേസ് അന്വേഷിക്കാം സാർ. കുഴപ്പമില്ല. എത്രയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്ന് ഓടണം. ആരോഗ്യമുള്ളപ്പോൾ 10 പുത്തൻ ഉണ്ടാക്കി.